ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി നമുക്ക് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. കഴിഞ്ഞ ദിവസം നമ്മള് 28ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. നിർമ്മലോ നിശ്ചലോനന്ദഃ ശുദ്ധോഹമജരോമരഃ നാഹം ദേഹോ ഹ്യസദ്രൂപോ ജ്ഞാനമിത്യുച്യതേ ബുധൈഹി. 6 ലക്ഷണം പറഞ്ഞു അഹം ആത്മാ എന്നുള്ളതിന്. നിർമ്മലഃ, നിശ്ചലഃ, അനന്തഃ, ശുദ്ധഃ, അജരഃ, അമരഃ. ഇത്രയും പറഞ്ഞു. ധ്യാനത്തിലിരിക്കുമ്പോൾ മറ്റു ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേറെ മനസ്സിൽ വന്നാലും ഉടനെ ഈ ഓരോ പദങ്ങളെ ഓർമ്മ വേണം. അങ്ങനെ ഓർത്ത് ഞാൻ ഇതാണ് എന്ന് ഓർത്ത് ആ ധ്യാനാവസ്ഥയിൽ ആത്മസ്വരൂപത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവന്ന് അവിടെ ഉറപ്പിക്കണം എന്ന്. അതിനാണ് ഇങ്ങനെ ഓരോ ആചാര്യസ്വാമികള് പലതരത്തിലുള്ള ലക്ഷണങ്ങളാണ് പറയുന്നത്. നിർമ്മലം, അപ്പൊ മലമല്ലാത്തതായിട്ട് അശുദ്ധമല്ലാത്തതാണ് ഞാൻ എന്ന് വരണം. നിശ്ചലം, അനന്ത, അങ്ങനെ ഓരോന്ന് നമ്മളത് വിശദമായിട്ട് നോക്കി. അങ്ങനെ 17 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളിൽ ആത്മ അനാത്മ വിചാരമാണ് മേജർ ടോപ്പിക് എന്ന് പറഞ്ഞു. 24 മുതൽ 28 വരെ ജ്ഞാനിയുടെ ജ്ഞാനം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കി. സെക്കൻഡ് ലൈൻ ഒരുപോലെ വന്നു. ഇനി ആത്മ അനാത്മ വിചാരം വേറെ ഒരു രീതിയിൽ നമ്മുടെ ആചാര്യസ്വാമികൾ പറഞ്ഞു തരാണ്. ആത്മാനാത്മ വിചാരം നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ വേറൊരു രീതിയിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. 29ാമത്തെ ശ്ലോകം. സ്വദേഹം ശോഭനം ത്യക്ത്വാ സ്വദേഹേ പുരുഷാഖ്യം ച സമ്മതം കിം മൂർഖ ശൂന്യമാത്മാനം ദേഹാതീതം കരോഷി ഭോഃ. സ്വദേഹം ശോഭനം ത്യക്ത്വാ സ്വദേഹേ പുരുഷാഖ്യം ച സമ്മതം കിം മൂർഖ ശൂന്യമാത്മാനം ദേഹാതീതം കരോഷി ഭോഃ. ഇത് ജ്ഞാനിയോ അല്ലെങ്കിൽ വേദാന്തം പഠിപ്പിക്കുന്ന ആളോ മറ്റൊരാളോട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഒന്നിലെ ജ്ഞാനി ചോദിക്കുന്നു, അല്ലെങ്കിൽ വേദാന്തം പഠിപ്പിക്കുന്ന ഒരാൾ ചോദിക്കുന്നു. മറുപടി പ്രതീക്ഷിച്ചിട്ടല്ല ഈ ചോദ്യം ചോദിക്കുന്നത്. അല്ലയോ വിഡ്ഢി എന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സംബോധന വരുന്നത്. കിം മൂർഖ എന്നൊരു ഉപയോഗം അവിടെ ഉണ്ട്. അപ്പോ ആർക്കാണോ വേദാന്ത ശാസ്ത്രത്തില് ശ്രദ്ധയില്ലാത്തത് അങ്ങനെയുള്ള ഒരാളോട് ചോദിക്കുന്ന രീതിയിൽ വേണം ഇതിനെ കണക്കാക്കാൻ. വേദാന്ത ശാസ്ത്രത്തില് ഒട്ടും ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്. അതായത് ഉപനിഷത്തുക്കളൊക്കെ പറയുന്നത്, വേദാന്തം പറയുന്നത്, ഉപനിഷത്തുക്കൾ പറയുന്നത് സത്യം എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്ത ആൾക്കാരോട്. കുറച്ചൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കാം, പക്ഷെ അവർക്ക് പൂർണ്ണമായിട്ടൊരു വിശ്വാസം അവരുടെ ഉള്ളിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരോട് ഉള്ളൊരു ചോദ്യമായിട്ടാണ് ഈ ശ്ലോകം. അവര് എന്താ വിചാരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുഭവം, സ്വന്തം അനുഭവത്തെക്കാളും വലിയ ഗുരുവില്ല എന്നൊക്കെ പറയും. അപ്പൊ അത് ശരിയാണ് ചില കാര്യങ്ങളില്. പക്ഷെ ശരീരത്തെ വെച്ചുകൊണ്ട് ആത്മാ അനാത്മാവേദ്യത്തിൽ അനുഭവത്തെക്കാൾ ഗുരുവില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. കാരണം അത് വേറൊരു ലെവലാണ് ഈ കാര്യങ്ങൾ. ഇവിടെ അനുഭവം എന്താണ്? അനുഭവം ഈ ശരീരത്തിലാണ് അനുഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ ശരീരത്തിന് വേദന അങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറയുക, ശരീരം കൊണ്ട് കാണുന്നു, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, എല്ലാം ചെയ്യുന്നു. സ്പർശനം അറിയുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു. അതുകൊണ്ട് ആത്മാ എന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെയാണ്, ഞാൻ തന്നെയാണ് ഈ ശരീരം തന്നെയാണ്, ഞാനാണ് ശരീരം, ശരീരമാണ് ഞാൻ. ഇങ്ങനെ
അനുഭവത്തെ പ്രമാണമായിട്ട് എടുക്കുന്ന ഒരു കൂട്ടരുണ്ട്. അറിയില്ലേ? അവരല്ലേ നമ്മളോട് ചോദിക്കുക, നിങ്ങൾ എന്തേ പറഞ്ഞ ഈ അനുഭവം അല്ലേ ഇതിനൊക്കെ ആത്മാ എന്ന് പറയാൻ എന്ത് അനുഭവം? ഈ ശരീരം വെച്ചോണ്ടല്ലേ ഈ കണ്ടം മുഴുവൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ശരീരമല്ല ഞാൻ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ആചാര്യസ്വാമികൾ പറയുന്നത്. അവർക്ക് ആത്മതത്വത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. എന്തോ അങ്ങനെ ജീവിക്കുന്നു, പോകുന്നു, മരിക്കുന്നു, അത്രേ ഉള്ളൂ. കുറെ ആസ്വദിക്കണം, ജീവിതം ആസ്വദിക്കണം, അവരെ ആസ്വാദനമാണ് അവരുടെ ഉള്ളില്, മറ്റുള്ളതൊന്നുമില്ല, ബാക്കിയൊന്നും അവർക്ക് പ്രശ്നമല്ല. അങ്ങനെയുള്ള ഒരാൾക്കാരോട് അവർക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അപ്പൊ അവരോട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന പോലെ പറയുന്ന ഒരു രീതിയാണ്. അത് നമുക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ അതിനെ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. അതായത് ഇപ്രകാരമുള്ള സ്വരൂപം, ആത്മസ്വരൂപം, ആത്മാവിനെ ഇങ്ങനെ പ്രകാശിക്കുന്ന ഒരു തത്വത്തെ, ആത്മാ എന്ന് പ്രകാശിക്കുന്ന ഒരു തത്വത്തെ താങ്കൾ വിശ്വസിക്കാതെ, സ്വീകരിക്കാതെ, അങ്ങനെയൊന്ന് ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് സത്യമായി നിലകൊള്ളുന്ന ഒന്നിനെ നീ ശൂന്യമാക്കുകയാണോ? അതാണ് ചോദ്യം. നേരത്തെ പറഞ്ഞു, ആത്മാവിന്റെ സ്വരൂപം കുറെ പറഞ്ഞു, കുറെ ലക്ഷണങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള സ്വരൂപമുള്ള ആത്മാവിനെ ഇങ്ങനെ പ്രകാശിക്കുന്ന ഒരു തത്വത്തെ, സ്വയം പ്രകാശിക്കുന്ന ഒരു തത്വത്തെ, മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുന്ന ഒരു തത്വത്തെ താങ്കൾ വിശ്വസിക്കാതെ, താങ്കൾ അതിനെ സ്വീകരിക്കാതെ, അങ്ങനെയൊന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് സത്യമായി നിലകൊള്ളുന്ന ഒന്നിനെ താങ്കൾ ശൂന്യമാക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെയൊന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ അതിനെ ശൂന്യമാക്കുകയാണോ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ആത്മസ്വരൂപത്തെ വിശദമാക്കി ഇങ്ങനെയൊരു സ്വരൂപമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അതിനെ നീ നിരാകരിക്കുന്നുവോ, ശൂന്യമാക്കുന്നുവോ? ഇങ്ങനെ, അതായത് ബോധ്യപ്പെടുത്തുകയാണ്, ഓരോരോ ലക്ഷണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബോധ്യപ്പെടുത്തുന്ന സമയം അയാൾ അതിനെ നിരാകരിക്കുകയാണ്. അങ്ങനെ നീ നിരാകരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഓരോന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനെ നീ നിരാകരിക്കുകയാണോ? ഇങ്ങനെ പല രീതിയിൽ ഈ ചോദ്യത്തെ നമുക്ക് കൊണ്ടുവരാം. എന്താണ് ചോദ്യത്തില്? സ്വദേഹേ ശോഭനം ത്യക്ത്വാ സ്വദേഹേ പുരുഷാഖ്യം ച സമ്മതം. സ്വദേഹേ സ്വന്തം ശരീരത്തിൽ ശോഭനം എന്നുള്ളതിന് ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന എന്നൊരർത്ഥമാണ് എടുത്തിരിക്കുന്നത്. ഷൈനിങ്. ശോഭനം എന്നുള്ളതിന് ഇവിടെ എടുത്തിരിക്കുന്ന അർത്ഥം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, ഷൈനിങ് ആയിട്ടിരിക്കുന്ന. മറ്റുള്ളവരുടെ ശരീരത്തിൽ കാണുന്നത് മാത്രമല്ല, നിന്റെ തന്നെ ശരീരത്തിൽ പ്രകാശിക്കുന്ന എന്നെടുക്കണം. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോ അയാൾ ജീവനോടെ ഇരിക്കുന്നു, അയാൾ ചലിക്കുന്നു, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നു. അപ്പോ അയാളിൽ ഒരു ശക്തി പ്രകാശിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തിയാണ് അയാളെ പ്രവർത്തിപ്പിക്കുന്നത്. ഇതൊക്കെ സാമാന്യ നിലയ്ക്ക് മനസ്സിലാവും. കാരണം ജഡമായിട്ട് തീരുമ്പോൾ, മരണം എന്നുള്ളൊരു സംഗതി കഴിയുമ്പോൾ, ഈ ശരീരത്തിൽ നിന്ന് ആ ശക്തി പോകുമ്പോൾ ഈ ശരീരം നിശ്ചലമാകുന്നു, അതും കാണുന്നു. അപ്പോ മറ്റുള്ളവരുടെ ശരീരത്തെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആത്മതത്വത്തിലുള്ള ഒരു വളരെ പ്രത്യേകമുള്ള ഒരു കാര്യത, മറ്റുള്ളവരെ കാണുമ്പോഴൊക്കെ നമുക്ക് ഇതൊക്കെ ബോധം വരും. അവനവന്റെ ഉള്ളിലോട്ട് നോക്കുകയില്ല. നമ്മൾ പറയുമ്പോഴും പറയും, പിന്നെ ഈശ്വരന്റെ ശക്തിയല്ലേ അദ്ദേഹത്തിനകത്ത് പ്രവർത്തിക്കുന്നേ, അദ്ദേഹത്തിനെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്ന ഭഗവാനല്ലേ എന്ന് പറയും. അവനവന്റെ കാര്യത്തിന് ഒരിക്കലും പറയാറില്ല എന്നെ കൊണ്ട് ഭഗവാൻ ഇതിലെ ചെയ്യിക്കുന്നത്, ഭഗവാന്റെ ഈ ശക്തിയല്ലേ എന്ന് പറയാറില്ല. ആ ഒരു സ്റ്റേജെങ്കിലും വന്നിട്ട് വേണം ഉള്ളിലേക്ക് ഈ ഭഗവാൻ എന്ന് പറയുന്ന ആത്മാവാണെന്ന് തിരിച്ചറിയാൻ. അപ്പൊ അവിടേക്ക് പോലും എത്തുന്നില്ല. അപ്പൊ സ്വദേഹേ സ്വന്തം ശരീരത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന, അവനവന്റെ ശരീരത്തിൽ തന്നെ പ്രകാശിക്കുന്ന, ഞാൻ എന്ന ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന, സ്വയം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്,
ഞാൻ എന്ന് സ്വയം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന, അങ്ങനെ സന്തം എന്നൊരു വാക്ക് ഉപയോഗിക്കും. അത് സാധാരണ സന്തം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്ന എന്നുള്ളതിന് ഉപയോഗിക്കുന്ന വാക്ക്. അപ്പൊ അങ്ങനെ സ്വദേഹം ശോഭനം, അങ്ങനെ സ്വദേഹത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ തെക്വ ഉപേക്ഷിച്ചിട്ട് പുരുഷാഖ്യം, പുരുഷൻ എന്നു പേരുള്ള ആത്മാവിനെ, പുരുഷാഖ്യം, പുരുഷൻ എന്നു പേരുള്ള ആത്മാവിനെ, ഗീതയില് ഉത്തമ പുരുഷ എന്ന ആത്മാവിനെ പറയുന്നുണ്ട്. ഗീതയില് ഉത്തമ പുരുഷ എന്ന് ബ്രഹ്മത്തിനെ, ആത്മാവിനെ പറയുന്നു. അതിനെ കാരണം എന്നും പറയും. അങ്ങനെ ഒരു വാക്കും കൂടെ ഉപയോഗിക്കും. ഇതുള്ളത് കൊണ്ടാണ് ശരീരം ഉള്ളത് തന്നെ, അല്ലെങ്കിൽ ശരീരം പതിച്ചു പോകും. ഈ ശക്തി ഉള്ളത് കൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇത് താഴെ വീണു പോകും. സമ്മതം, ഉപനിഷത്തുക്കളാൽ നിശ്ചയിക്കപ്പെട്ട, ഋഷികൾക്ക് സമ്മതമായത്, വേദാന്തത്തിന് സമ്മതമായത്. പുരുഷാഖ്യം ച സമ്മതം, പുരുഷൻ എന്നു പേരുള്ള ഇങ്ങനെ പ്രകാശിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന, ഉപനിഷത്തുകളാൽ നിശ്ചയിക്കപ്പെട്ട, ഋഷിമാർക്ക് സമ്മതമായ, ഉപനിഷദൈഹി അവർക്ക് സമ്മതമായ, വേദാന്തത്തിന് സമ്മതമായ, ദേഹാതീതം ദേഹത്തിനപ്പുറമുള്ളത്, ദേഹാതീതം ദേഹത്തിനപ്പുറമുള്ളത്. അപ്പൊ 4 വിശേഷണമാണ് ഇവിടെ പറഞ്ഞത്. 1 ശോഭനം, 2 പുരുഷാഖ്യം, 3 സമ്മതം, 4 ദേഹാതീതം, ദേഹത്തിനപ്പുറമുള്ളത്. ആത്മാ ഇല്ലെങ്കിൽ ദേഹം ഉണ്ടാവില്ല, നിൽക്കാൻ പറ്റില്ല അതിന്. എന്നാൽ ദേഹമില്ലെങ്കിലും ആത്മാ ഉണ്ടാകും. ആത്മാ ഇല്ലെങ്കിൽ ദേഹത്തിന് നിലനിൽപ്പില്ല. പക്ഷെ ദേഹമില്ലെങ്കിലും ആത്മാവിന് നിലനിൽപ്പുണ്ട്. നമുക്ക് ഇത്രയും കാലം പഠിച്ചപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ടല്ലോ. ദേഹം പോയാലും ആത്മാ ഉണ്ട്. അതിന് സാധാരണ നിലയ്ക്ക്, ഒത്തിരി ഡീപ്പായിട്ടല്ല, ഡീപ്പായിട്ട് പോകുമ്പോൾ വേറെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. വെറുതെ ഒന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ ശരീരം വിട്ടാലും വേറെ എന്തോ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ബലി ചെയ്യുന്നത്. എന്തിനാണ് ഈ കർക്കിടക ബലി ചെയ്യുന്നത്? ഈ പറയുന്ന മനുഷ്യർ തന്നെ, ഇങ്ങനെ ഈ നിഷേധം പറയുന്നവർ തന്നെ എന്തിന് ബലി ചെയ്യുന്നു? ബലി ചെയ്യുമ്പോൾ ഈ ശരീരം വിട്ടുപോയാലും ഈ ആള് വേറെ സ്ഥലത്തുണ്ടെന്നൊരു തോന്നലല്ലേ. വേറെ എവിടെയോ ഉണ്ട്, വേറൊരു രൂപത്തിലുണ്ട് എന്നവർ സമ്മതിക്കുന്നുണ്ട് ഈ ശരീരം വിട്ടുപോയാൽ. അപ്പൊ ഈ ശരീരത്തിലിരിക്കുന്ന ജീവൻ, ഈ ശരീരം വിട്ടാലും ആ ജീവൻ എവിടെയോ ഉണ്ട് എന്നൊരു തോന്നലുള്ളത് കൊണ്ടാണല്ലോ ഈ ബലികർമ്മങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അപരോക്ഷാനുഭൂതിയിൽ വരുന്നുണ്ട്. ഇനി വളരെ വിശദമായിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും. നമുക്ക് സാധാരണ നിലയ്ക്ക് ഉള്ള ആൾക്കാരുടെ കാര്യത്തിനാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. കാർന്നേരുടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ. കാർന്നന്മാരുടെ ശാപം, ഇങ്ങനെയൊക്കെ പലതും പറയും. ഏതായാലും ബലി കൊടുക്കുന്നുണ്ട്. ബലി കൊടുക്കുന്ന എല്ലാവരും ഇത് വിശ്വസിക്കുന്നുണ്ടല്ലോ. ഈ ശരീരം വിട്ടുപോയപ്പോഴും ഇത് വേറെ എവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പോ ഈ ശരീരമല്ല. ഇപ്പൊ രാമകൃഷ്ണൻ നായർ മരിച്ചു, അതിന് പിന്നെ രാമകൃഷ്ണൻ നായർക്ക് എന്തിനാ ബലി ചെയ്യുന്നത്? മരിച്ച പോയി തീർന്നില്ലേ? ഈ ശരീരമാണ് രാമകൃഷ്ണൻ നായർ എങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല, പോയാൽ തീർന്നല്ലോ. പക്ഷെ അതല്ല, അദ്ദേഹം ഈ ശരീരത്തിൽ നിന്ന് പോയി വേറൊരു രൂപത്തിലുണ്ട്, അതുകൊണ്ട് ബലി കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ വിശ്വാസം. അങ്ങനെ ഉള്ള ഒരു രീതിയിൽ ദേഹാതീതമായിട്ട് ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. അതിനെ കൂടുതൽ അതിന്റെ അഗാധതയിലേക്ക് പോയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ സാധാരണക്കാരന്റെ കാര്യത്തിൽ ഒറ്റ നോട്ടത്തിൽ അതുണ്ട്, എന്നാലും ഈ ശരീരമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്. ഏത് ചിതയൊക്കെ ഒരുക്കി, തീ കൊളുത്തി, 4 ഭാഗത്തും പന്തമൊക്കെ കൂട്ടി മുട്ടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പരിപാടിയൊക്കെ നടത്തി എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അരിയും അതൊക്കെ ഇടുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ അതിന്റെ കാര്യം ഇടണേ? അവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്, ഇളനീര് വെക്കുന്നുണ്ട്, പല പരിപാടികളും ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോ ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ ഒരു വിശ്വാസമുണ്ട്, ഈ ശരീരമല്ല ഞാൻ എന്ന്. പക്ഷെ സമ്മതിക്കുന്നില്ല. അവിടെയാണ് എൻ്റെ കുഴപ്പം. ഏതായാലും നമുക്കത് സമ്മതിച്ചേ പറ്റൂ, നമ്മൾ അങ്ങനെ പഠിച്ചേ പറ്റൂ. നമ്മുടെ ലക്ഷ്യം
നമ്മൾ ഈ ശരീരമല്ല എന്ന് ഉറച്ച് മനസ്സിലാക്കി ആത്മാവാണ് ഞാനെന്ന് അറിയുന്നതാണ്. ആ ജ്ഞാനമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമുക്ക് അത് കുറച്ചുകൂടെ അഗാധതയിൽ പോയി പഠിച്ചേ പറ്റൂ. അപ്പൊ ഇങ്ങനെയുള്ള ആത്മാവിനെ 4 കാര്യങ്ങൾ പറഞ്ഞു. ശോഭനം, പുരുഷാഖ്യം, സമ്മതം, ദേഹാതീതം. ഇങ്ങനെയുള്ള ആത്മാവിനെ കിം, എന്തുകൊണ്ട്? ശൂന്യം കരോഷി, അങ്ങനെ ഒന്നില്ല എന്ന് നീ പറയുന്നത് എന്തുകൊണ്ടാണ്? അല്ലയോ മൂർഖ, മൂർഖ എന്നാ വിളിക്കുന്നത്, അല്ലയോ വിഡ്ഢി. ഇങ്ങനെയുള്ള ഈ ആത്മാവിനെ ഇല്ല എന്ന് നീ, ശൂന്യമാണ് എന്ന് നീ പറയുന്നത് എന്തുകൊണ്ടാണ്? വിഡ്ഢി, അല്ലയോ വിഡ്ഢി എന്ന് ചോദിക്കുന്നത്. കിം മൂർഖ, നീ ഇങ്ങനെ വിചാരിക്കുന്നുവല്ലോ. ഇങ്ങനെ വിചാരിക്കുന്നവനെ വിഡ്ഢി എന്നല്ലാതെ എന്ത് വിളിക്കും? കാരണം ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെ, അവനവൻ അറിയുന്നുണ്ട് ഈ സംഭവം, എന്നാലും സമ്മതിക്കത്തില്ല. അപ്പൊ വിഡ്ഢി എന്നല്ലാതെ എന്ത് വിളിക്കാൻ പറ്റും? പിന്നെ അവസാനത്തെ വരിയില് ദേഹാതീതം കരോഷി ഭോഹോ, ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഭോഹോ എന്നുള്ള നല്ലൊരു സംബോധന ഈ വിഡ്ഢിയെ തന്നെ സംബോധന ചെയ്യുന്നുണ്ട് ആചാര്യസ്വാമി. ഒരു റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് ഭോഹോ, അല്ലയോ വിഡ്ഢി. അതാ. അപ്പോ അങ്ങനെ ഒരു രസകരമായിട്ടുള്ള ഒരു ശ്ലോകം. ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആത്മാവിനെ ശൂന്യമാക്കാതെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, അപ്പൊ ചോദ്യം ചോദിക്കാലോ, നീ എന്തിനിങ്ങനെ ആത്മാവിനെ ശൂന്യമാക്കുന്നു അല്ലയോ വിഡ്ഢി എന്ന് ചോദിച്ചപ്പോ, ഞാൻ ആത്മാവിനെ ശൂന്യമാക്കാതെ മനസ്സിലാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരുനാഥ എന്ന് തിരിച്ചു ചോദിക്കാലോ. ന്യായമായിട്ടും ചോദിക്കാം. കുറച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് ചോദിക്കാം. ഞാനിങ്ങനെ ശരിയാ, എങ്കിൽ തെറ്റുപറ്റി, ഞാൻ എങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ നീ എന്താ ചെയ്യാൻ, ഞാൻ ആത്മാവിനെ മനസ്സിലാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ച് ചോദിച്ചാൽ അതിനുള്ള മറുപടിയാണ് അടുത്ത 30-ാമത്തെ ശ്ലോകം. സ്വാത്മാനം ശൃണു മൂർഖത്വം ശ്രുത്യായുക്ത്യാ ച പുരുഷം ദേഹാതീതം സദാകാരം സുദൃദർശം ഭവദൃശാം. സ്വാത്മാനം ശൃണു മൂർഖത്വം ശ്രുത്യാ യുക്ത്യാ ച പുരുഷം ദേഹാതീതം സദാകാരം സുദൃദർശം ഭവദൃശാം. അപ്പോ ആ നേരത്തെ വിഡ്ഢി എന്ന് സംബോധന ചെയ്ത ആ ആളോട് തന്നെ, അതായത് വേദാന്തത്തിൽ വിശ്വസിക്കാത്ത, ആത്മാ ശരീരമല്ല എന്ന് വിശ്വസിക്കാത്ത, അങ്ങനെ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആ വ്യക്തിയോട് പറയുകയാണ്, വീണ്ടും പറയുകയാണ്, ത്വം സ്വാത്മാനം ശൃണു, സ്വാത്മാനം ശൃണു മൂർഖാത്വം, ത്വം സ്വാത്മാനം ശൃണു, ത്വം ശൃണു ആത്മാനം, ത്വം ശൃണു ആത്മാനം, നീ നിന്നെ പറ്റി കേൾക്കൂ. അയാൾ ചോദിച്ചു, ആത്മാവിനെ ശൂന്യമാക്കാതെ അതിനെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, നീ നിന്നെ പറ്റി കേൾക്കൂ. ഞാൻ ആര്, എന്ത് പാര്. ആര് പറയുന്നു? രമണ മഹർഷി. ഞാൻ ആരെന്ന് നോക്ക്, ഞാൻ ആര് എന്ത് പാര് എന്ന് പറയൂലോ, അത് തന്നെ ഇവിടെയും പറയുന്നത്. ത്വം ശൃണു ആത്മാനം, നീ നിന്നെ പറ്റി കേൾക്കൂ. നമുക്കെപ്പോഴും മറ്റുള്ളവരെ പറ്റി കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അതാണ് നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറും ചെയ്യുന്ന ഒരു കാര്യം അത് തന്നെയാണ്. സ്വന്തം കാര്യം ഒന്നും ചെയ്യാറില്ല, മറ്റുള്ളവരുടെ കാര്യം കേൾക്കാനാണ് ഏറ്റവും താല്പര്യം. ഭയങ്കര സന്തോഷമാണ്. അത് കേട്ടില്ലെങ്കിൽ വലിയ വിഷമമാണ്. അതിന്റെ ഒരു പരിണതഫലം പ്രായമാകുമ്പോൾ പലരിലും കാണുന്നുണ്ട്. നമ്മളത് അങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പ്രായമായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എപ്പോ വേണമെങ്കിൽ മരണം വരാം. ഒരു 50 വയസ്സിന് മേലേക്ക് ആയി അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇനി ശേഷിച്ച കാലം ഈശ്വരസ്മരണ മാത്രം മതി എന്നൊക്കെ ഉപനിഷത്തുകളും എല്ലാ വേദങ്ങളും ഗ്രന്ഥങ്ങളും പുരാണങ്ങളും ഒക്കെ പറയുന്നു. എന്നാലും എന്താണ് ചെയ്യുന്ന ഈ പ്രായമായവര്? നമുക്ക് മാവും, നമ്മൾ ശ്രദ്ധിച്ചോണം. പ്രായമായവർ എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യവും അറിയാം. അവനവന്റെ കാര്യമല്ല, മറ്റുള്ളവരുടെ കാര്യം അറിഞ്ഞേ പറ്റുള്ളൂ. ഇതാണ് പല വീട്ടിലും വഴക്കിനും വക്കാണത്തിനും ബഹളത്തിനും കാരണം ഇത് തന്നെയാണ്. നമ്മൾ തന്നെയല്ലേ കുഴപ്പക്കാര്. നമ്മൾ പ്രായം മുന്നോട്ട് പോകും തോറും
എല്ലാം ഉപേക്ഷിക്കേണ്ടതിന് പകരം എല്ലാത്തിനെയും കയറി പിടിക്കുകയും നമ്മളാണ് അതിന് ഉത്തരവാദികൾ. ഇപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മളെ നാളെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സ്വൈരം കൊടുക്കത്തില്ല, ഒരു തരത്തിലും സ്വൈരം കൊടുക്കില്ല. ഈ ചോദ്യം തന്നെയാണ്. ആര് വന്നു, എവിടെ പോയി, എന്തിനാ അവര് വന്നത്, എങ്ങോട്ടാ അവര് പോയത്, ആരാ ഫോൺ വിളിച്ചത്? ഇപ്പൊ നോർമലി നടക്കുന്ന കാര്യങ്ങളാണല്ലോ. ആരാ വിളിച്ചേ, എന്തിനാ വിളിച്ചേ, ഇത് തന്നെ പരിപാടി. ഏതു സമയവും ആത്മാശരീരത്തിനെ വിടാം, ശരീരം നിപതിക്കാം, അന്തിമ ലക്ഷ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈശ്വരനെ വിളിക്കാൻ പറയുന്നുണ്ട് സാധാരണ സിമ്പിൾ ടേംസിൽ. ഓർഡിനറി ലൈഫിൽ ഭഗവാനെ വിളിക്കൂ, ഭഗവാനെ വിളിക്കൂ എന്ന് പറയും. ഭഗവാനെ അല്ല ഇവിടെ വിളിക്കുന്നത്. ഇവിടെ അതിലെ പോകുന്നവർ ഇതിലെ പോകുന്നവരും വിളിക്കും, അടുത്തൂടെ പോകുന്നവനും വിളിക്കും, അപ്പുറത്തൂടെ പോകുന്നവനും വിളിക്കും, എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കും. ഭഗവാനെ വിളിക്കത്തില്ല. ഭഗവാനെ വിളിച്ചാൽ ഒന്നും പറയാനില്ലല്ലോ, അതുകൊണ്ട് ഭഗവാനെ വിളിക്കത്തില്ല. എന്നാൽ നമ്മൾ വിളിച്ചാൽ ഭഗവാൻ കേൾക്കും, മറ്റുള്ളവർ കേൾക്കാതെ കൊണ്ട് പോകുന്നുള്ളത് മനസ്സിലാക്കുന്നുമില്ല. ഒരു നാമം വിളിച്ചാൽ ഭഗവാൻ അപ്പൊ കേൾക്കും. നേരെ മറിച്ച് ഇത് ശല്യമാകുമ്പോൾ നമ്മൾ അവിടെ കിടന്നുകൊണ്ട് വിളിച്ചാൽ ആരെങ്കിലും കേൾക്കും? ആരും കേൾക്കാതെ, അവർ കേൾക്കാത്ത പോലെ പോകും. കുറെ നേരെ അവിടെ കിടന്നുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവരും ഉണ്ടാകാൻ പോകും. ഇതൊന്നും തിരിച്ചറിയാതെ കൊണ്ട് നമ്മൾ ആ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഇപ്പൊ തന്നെ അതിനുള്ള പ്രാക്ടീസ് നടത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയാതിരിക്കുക, അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരുപാട് ശ്ലോകങ്ങളിൽ പറഞ്ഞു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. ഇതൊക്കെ അതിന്റെ പാട്ടിന് നടന്നോളും. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ലോകം മുന്നോട്ട് പോകും. ആർക്കും ഇവിടെ ഒന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതിനെ ആർക്കും ഒന്നും അനക്കാതിരിക്കാനോ ഒരു കാര്യത്തെ മുടക്കാനോ ഒന്നും ആർക്കും സാധിക്കില്ല. എല്ലാം അതിൻ്റെതായ നിശ്ചയിക്കപ്പെട്ട വഴിയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് നമ്മളും ഉണ്ട്, നമ്മളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലക്ഷ്യം നമുക്ക് ഓർമ്മ വേണം. നമ്മുടെ ലക്ഷ്യം നേരത്തെ പറഞ്ഞത് അപരോക്ഷാനുഭൂതി എന്ന് പറഞ്ഞാൽ തന്നെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ വഴിയിൽ കാണുന്ന തടസ്സങ്ങളെ മാറ്റലാണ് അപരോക്ഷാനുഭൂതി. ഇതൊക്കെ വലിയ തടസ്സങ്ങളാണ്. ഈ തടസ്സത്തെ ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്താലേ മാറ്റാൻ പറ്റുള്ളൂ. അവനവനിലേക്ക് വരിക, അവനവനിലേക്ക് വരിക, അവനവനെ അറിയുക. മറ്റുള്ളവരെ അറിഞ്ഞിട്ട് ഒന്നും നേടാനില്ല ഇവിടെ. അപ്പൊ ഇതാണ് പറയണേ, ത്വം ശൃണു ആത്മാനം, നീ നിന്നെപ്പറ്റി കേൾക്കൂ. എപ്പോഴും മറ്റുള്ളവരെ പറ്റി കേൾക്കാനാണ് ഇഷ്ടം, പക്ഷെ അതിൽ നിന്ന് മാറണം. ഇനി അടുത്ത വലിയൊരു പ്രശ്നമുണ്ട്. നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞോട്ട് ഇഷ്ടമാവുമില്ല. അതാണ് അതിലും വലിയ പ്രശ്നം. നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പൊ ഇഷ്ടക്കേടുമായി, കൂടുതൽ പ്രശ്നമായി. അപ്പൊ തോന്നും പിന്നെ മറ്റുള്ളവരെ കുറിച്ച് അറിഞ്ഞാലും പോട്ടെ. നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ സാറ് സ്വല്പം ദേഷ്യം ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ, നമുക്ക് വിഷമായി. സാർ ഇത്തിരി ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, അപ്പോഴും പ്രശ്നമായി. ഇങ്ങനെ നമ്മളെ കുറിച്ച് പറഞ്ഞാൽ ഇഷ്ടക്കുറവും മറ്റുള്ള കുറിച്ച് പറയാൻ ഇഷ്ടവും. അപ്പോ ആത്മാവിനെ പറ്റി ശരിയായിട്ടുള്ള ഞാൻ ആരെന്നപ്പോ മനസ്സിലാക്കണം. അവര് പറഞ്ഞോട്ടെ, എന്റെ ശരീരത്തെ കുറിച്ചല്ലേ പറയണേ, എന്റെ അവയവങ്ങളെ കുറിച്ചല്ലേ പറയണേ, എന്റെ വാക്കിനെ കുറിച്ചല്ലേ പറയണേ, ഞാൻ എന്ന ആ എന്താ പറയാ, നേരത്തെ പറഞ്ഞ ഇഷ്ടംപോലെ വാക്കുകൾ, നിത്യനെ കുറിച്ചോ ശുദ്ധനെ കുറിച്ചോ നിർവികൽപ്പനെ കുറിച്ചോ എന്താ പറയാ നിർമ്മലനെ കുറിച്ചോ, ഇതൊന്നും അല്ലല്ലോ പറയുന്നത്. ഇതൊന്നും അവർക്ക് അറിയില്ല. അവര് പറയുന്ന ഒരു സാധാരണക്കാരനല്ലേ പറയുന്നത്. അയാൾ പറഞ്ഞിട്ട് പോട്ടെ. അയാൾ പറയുന്നത് എന്നെ കുറിച്ചല്ലല്ലോ, എന്റെ ഈ ശരീരത്തെ കുറിച്ചല്ലേ എന്ന് ബോധ്യം ഉള്ളിൽ വന്നാൽ ദേഷ്യം വരുമോ? വരില്ല. അപ്പോ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, അത് മാറണം. ആത്മാവിനെ പറ്റി, അവനവനെ പറ്റി ആത്മാ ആണ് ഞാൻ എന്ന ശ്രവണം വേണം. ഞാൻ ശരീരമാണെന്നുള്ള ശ്രവണമല്ല. ഞാൻ ശരീരത്തിനപ്പുറമാണ്, ദേഹാതീതമാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ശ്രവണം നമുക്കുണ്ടാകണം. അപ്പൊ അതെവിടെ കിട്ടും? അതാണ് ഉപനിഷത്തുകളിൽ കിട്ടുന്നത്. വേദാന്തത്തിലേ അത് കിട്ടുള്ളൂ. അതുകൊണ്ട് വേദാന്തം ധാരാളം വായിക്കണം, വേദാന്തം കേൾക്കണം, വേദാന്ത പ്രഭാഷണങ്ങൾ കേൾക്കണം. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, വേദാന്തം കേട്ട ഉടനെ അവിടെ നിന്ന് പോകും. നിങ്ങളുടെ വലിയ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറയും. ഇതൊക്കെ ഏറ്റവും വലിയ കുഴപ്പമുള്ളൊരു സംഭവം. വേദാന്തം കേൾക്കണ്ടെന്ന് പറയും. കുറച്ച് വേദാന്തം പറഞ്ഞു തുടങ്ങി ഇങ്ങേരെന്ന് പറയും. അപ്പൊ ആൾക്കാരുടെ ആ ഒരു രീതി അതാണ്. വളരെ ബുദ്ധിമുട്ടാണ് ഈ വഴിയിൽ കൂടെ ഒന്ന് സഞ്ചരിക്കാൻ. എന്തെങ്കിലും പറഞ്ഞ ഉടനെ പറയും വേദാന്തം ഒക്കെ കേട്ടിട്ടുണ്ട്, അത് കൂടുതൽ വേദാന്തം ഒന്നും പറയണ്ട, അല്ലെ? അപ്പൊ വേദാന്തം എന്ന് പറയുന്നത് ഒരു ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിട്ടാണ് കോട്ട് ചെയ്യുന്നത് പോലും. കോട്ട് ചെയ്യുന്നത് പോലും ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുമ്പോൾ അങ്ങേര് തുടങ്ങി വേദാന്തം എന്ന് പറയും. അപ്പോ വേദാന്തത്തെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് വേണ്ടത് വേദാന്തമാണ്. നമ്മൾ അതിൽ തന്നെ നിൽക്കണം.
അതിലേ നിൽക്കാവൂ. അപ്പോ അവനവനെ പറ്റി അറിയണമെങ്കിൽ വേദാന്തം പഠിച്ചേ പറ്റൂ, കേട്ടേ പറ്റൂ. അങ്ങനെ മനനം ചെയ്ത് നിധിധ്യാസനവും അതിൽ കൂടെ തന്നെ ആയിരിക്കണം. ആത്മാവിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. വേദാന്തം മുഴുവൻ ആത്മാവിനെ പറ്റിയാ പറയുന്നത്. ആരാണ് ആത്മാവ്? അതാണ് ഇവിടുത്തെ വിഷയം. ആരാണ് ആത്മാവ്? വേദാന്തം പറയുന്ന മുഴുവൻ ആത്മാവിനെ കുറിച്ച്, ഉപനിഷത്തുക്കൾ പറയുന്ന മുഴുവൻ ആത്മാവിനെ കുറിച്ച്. ആരാണ് ഈ ആത്മാ? അങ്ങനെ ചിന്തിക്കണം. ഞാനല്ലേ? ഞാനാണെന്നാണല്ലോ ഗുരുനാഥന്മാര് പറഞ്ഞു തരുന്നത്. ഞാനാണല്ലോ. അതെങ്ങനെയാ ഞാനാകുക? അതിനാ ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ലക്ഷണത്തെയും നമ്മളിലേക്ക് ചേർത്ത് 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 കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയുന്നത് കൊണ്ടാണ് ആദ്യമേ പറഞ്ഞേ, ഞാനിപ്പോ വിചാരിച്ചിരിക്കുന്നത് ഈ ശരീരമാണെന്നാണ്. ആക്ച്വലി നീ ഈ ശരീരമല്ല. കാരണം കുറെ കാരണങ്ങൾ പറഞ്ഞു. ഇന്നന്ന കാരണങ്ങളെ കൊണ്ട് നീ ശരീരമല്ല എന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കണം നമ്മള്. അതിനൊക്കെ വീണ്ടും 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 അപരോക്ഷാനുഭൂതിയുടെ തുടക്കം തുടങ്ങി വന്നാലേ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും വരണം. പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടേയിരിക്കണം. ശരീരമല്ല, ശരീരമല്ല, ശരീരമല്ല എന്ന് എത്രയോ ഉദാഹരണങ്ങളെ കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ഉള്ളിൽ ഉറപ്പിച്ചു കൊണ്ടുവരുമ്പോ അപ്പൊ പിന്നെ ആത്മാവാണ് ഞാൻ, ആത്മാവാണ് ഞാൻ. അപ്പൊ ആത്മാവിനെ പറ്റി ഉപനിഷത്ത് പറയുന്നതെല്ലാം ശ്രദ്ധിക്കാൻ തോന്നും. അപ്പൊ ശ്രദ്ധയുണ്ടാകും. അപ്പൊ ഞാൻ ശരിയായിട്ടുള്ള ഞാൻ ആരെന്ന് മനസ്സിലായി തുടങ്ങും. അങ്ങനെ മനസ്സിലാകുമ്പോൾ അതനുസരിച്ച് പെരുമാറാനും പഠിക്കണം. അങ്ങനെ പെരുമാറുന്നതാണ് വ്യവഹാരം. ഞാൻ ആത്മാ എന്ന് സ്വയം മനസ്സിലാക്കിയ ശേഷം മറ്റുള്ളവരോട് പെരുമാറുന്നതും ഈ ലോകത്തെ കാണുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ഈ കിട്ടിയ ശരീരം ഉപയോഗിച്ച് വേണ്ട കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും വ്യവഹാരമായിരിക്കണം. അതിന് ഒട്ടലുണ്ടാകരുത്. അത് നമ്മളെ ബന്ധനത്തിലേക്ക് എത്തിക്കരുത്. അതിനെന്ത് ചെയ്യണം? കർത്തൃത്വത്തെ ഉപേക്ഷിക്കണം. കർത്തൃത്വം ഉപേക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും സിമ്പിളാണ്. ശരണാഗതി, സമ്പൂർണ്ണ ശരണാഗതി. എല്ലാം ഈശ്വര നിശ്ചയം. എല്ലാം ഞാൻ ഭഗവാന്റെ പാദത്തിരിക്കുന്നു. ഭഗവാൻ എന്നെ കാത്തുകൊള്ളട്ടെ. ഞാനിപ്പോ ചെയ്യുന്നത് ഭഗവാന് സമർപ്പിക്കുന്നു. ഇതിന്റെ ഫലം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതാണ് സമ്പൂർണ്ണ ശരണാഗതി. സമ്പൂർണ്ണ ശരണാഗതി. ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ ഫലം ഭഗവാൻ തീരുമാനിക്കട്ടെ, ഭഗവാന് വിട്ടുകൊടുക്കുക. ഞാൻ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. ഈ ശരീരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പൂർവജന്മാർജിതമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട്. ഈ ശരീരത്തെ എന്തെല്ലാം ഡ്യൂട്ടികൾ എൻ്റെ മുമ്പിൽ വരുന്നു, ആ ഡ്യൂട്ടികളൊക്കെ ഞാൻ ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഡ്യൂട്ടി ഏറ്റെടുക്കരുതെന്ന് നേരത്തെ ഒരു ശ്ലോകത്തെ വൃത്തിയായിട്ട് പറഞ്ഞു നമ്മളോട്. മറ്റുള്ളവരുടെ ഡ്യൂട്ടിയെ ഏറ്റെടുക്കരുത്. അവനവന്റെ ഡ്യൂട്ടിയെ ചെയ്യാവൂ. അയാൾ ചെയ്താൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ശാസ്ത്രം അത് പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. അവനവന്റെ ഡ്യൂട്ടി ചെയ്യാനേ ശാസ്ത്രം പറയുന്നുള്ളൂ. സർവീസ്, സേവ അത് വേറെ വിഭാഗം. ഇത് ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാൻ പുറപ്പെടുമ്പോൾ എൻ്റെ അഹമാണ് അതിന് മുമ്പിൽ ചാടി വരുന്നത്. മാത്രമല്ല അതിൻ്റെ ആ റിസൾട്ടിനെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ചെയ്താൽ അത് നന്നാവും, അത് ശരിയാവും, എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു അഹന്തയും കൂടെ അതിനകത്ത് വരും. റിസൾട്ടും പ്രതീക്ഷിക്കും. എല്ലാ തരത്തിലും നമ്മൾ ഈ പാതയിൽ നിന്ന് വിട്ടാണ് ചിന്തിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും മറ്റുള്ള നമ്മുടേതല്ലാത്ത ഡ്യൂട്ടിയെ ഏറ്റെടുക്കരുത്. ഒരു ഹെൽപ്പ് വേറെ, അത് വേറെ സംഭവം. ഹെൽപ്പിന്റെ അല്ല, പലപ്പോഴും ഹെൽപ്പിനായിട്ടല്ലാതെ കൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. സ്വയം എനിക്കറിയാം ഞാൻ എന്നുള്ള ആ ഈഗോ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഹെൽപ്പിനും ചെയ്യാറുണ്ട്. രണ്ടും രണ്ടാണ്. ഒരാളെ സഹായിക്കാനായിട്ട് ചെയ്യാറുണ്ട്, അത് വേറെ കാര്യം. സഹായത്തിന് പുറമെ അതല്ലാതെ കൊണ്ട് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് അബദ്ധമായിട്ടുള്ള കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടരുത് എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ആത്മാവിനെ പറ്റി എന്ന് പറയുമ്പോ അത് അവനവനെ പറ്റി തന്നെയാണ്. ഇവിടെ ഉപനിഷത്തിന്റെ മഹത്വമാണ് പറയുന്നത്. ഇതാണ് ഉപനിഷത്തിന്റെ മഹത്വം. വേറൊരു സ്ഥലത്തും ഇത് പറഞ്ഞു തരില്ല, ഒരു ഗ്രന്ഥവും പറഞ്ഞു തരത്തില്ല. കാരണം എല്ലാ ഗ്രന്ഥങ്ങളും വന്നിരിക്കുന്നത് ലളിതമായിട്ട് പറഞ്ഞു തരാനായിട്ട്. ഉപനിഷത് സാരമാണ് ഭഗവത്ഗീത, അത് ഇത്തിരി കട്ടിയാണ്. ഭാഗവതം ഉപനിഷത്ത് തന്നെ, ഈ വേദ സാരമാണ് ഭാഗവതം. അതിനെ കഥാരൂപത്തിലാക്കി തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ സാരത്തിലേക്ക് പോകില്ല, കഥയിലോട്ട് മാത്രമേ പോകത്തുള്ളൂ. കഥ പോയി കേൾക്കും, കുറെ ഇരിക്കും, ചിരിക്കും, ചിലപ്പോ കരയും. കുചേലന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇരുന്ന് കരയുന്ന കാണാം. പിന്നെ കുറെ ആൾക്കാരെ കൊന്നതും ഗോവർദ്ധന ഉയർത്തിയതൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷവും ചിരിയും ഒക്കെ കാണാം.
ഗോപികളുടെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കരയും. ഇങ്ങനെ ഈ കഥയിൽ അങ്ങോട്ട് നിൽക്കും. കഥയുടെ സാരത്തെ എടുത്ത് അവനവന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് സ്വയം അപ്ലിഫ്റ്റ് ആവാനായിട്ട് ഒരു ശ്രമവും നടത്തില്ല. ചിന്തിച്ചു നോക്കുക, ശരിയാണോ? എപ്പോഴെങ്കിലും ഭാഗവതം കേൾക്കുമ്പോൾ അതിലെ സാരമെടുത്ത് എൻ്റെ ആത്മാ, ഞാൻ സ്വയം ആത്മാ എന്ന തിരിച്ചറിവിലേക്ക് ഈ കേട്ട ഭാഗം എന്നെ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിച്ച് അതിന്റെ സാരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിരിക്കാൻ വഴിയില്ല. എന്താ വെച്ചാൽ നമ്മൾ അത്രമാത്രം കലി നമ്മളെ പിടിച്ചിരിക്കുകയാണ്. അത്രമാത്രം ജന്മാന്തരങ്ങളായിട്ടുള്ള വാസനകൾ നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോ ഈ അപരോക്ഷാനുഭൂതി പോലെയുള്ള വിവേക ചൂടാമണി തത്വം ബോധമൊക്കെ കേൾക്കാൻ തോന്നിയത് തന്നെ പരമമായ ഭാഗ്യം. അതിനകത്തിരിക്കുന്ന ഈ നമ്മൾ 10-15 പേര് ഇരിക്കുന്നത് തന്നെ മഹാഭാഗ്യം. അപ്പൊ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഭാഗ്യത്തെ കളയാതെ നമ്മൾ ഇതിനകത്ത് ഊഴ്ന്നിറങ്ങണം. ഉപനിഷത്തിനെ വിശ്വസിക്കണം, ഉപനിഷത്തിനെ മുറുകെ പിടിക്കണം. അത് തരുന്നതാണ് ശരി, അതാണ് ആത്മാ, അത് തന്നെയാണ് എനിക്ക് വേണ്ടത്, അത് ഞാൻ തന്നെയാണ്, എന്നെക്കുറിച്ചാണ് പറയുന്നത്, എന്നെക്കുറിച്ചാണ് പറയുന്നത്, ഈ ശരീരത്തെ കുറിച്ചല്ല, ഞാൻ ഈ ശരീരമല്ല, ശരീരമല്ല, ശരീരമല്ല. ഇങ്ങനെ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പോ നിന്നെപ്പറ്റി തന്നെയാണ് ഇവിടെ ഉപനിഷത്തിന്റെ മഹത്വം പറഞ്ഞു തരുന്നത്. പ്രമാണത്തിന്റെ മഹത്വമാണ് ഇവിടെ പറയുന്നത്. ഏതിനും പ്രമാണം വേണമല്ലോ. പ്രമാണം ഇല്ലേ? എന്ത് കാര്യം പറഞ്ഞാൽ എന്താണ് പ്രമാണം? ആധാരം എന്താണെന്ന് ചോദിക്കുമല്ലോ. എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും? ആത്മാ ഞാനല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഈ ശരീരമാണ് എന്ന് നിങ്ങൾ പറയുന്നല്ലോ. ഞാൻ പറയുന്നു ഞാൻ ആത്മാവാണ്, ഞാൻ ഈ ശരീരം തന്നെയാണ് ആത്മാ എന്ന് ഞാൻ പറയുമ്പോൾ അല്ലെന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്ന് ചോദിക്കുമ്പോൾ പറയാനുള്ള മറുപടി, ഞങ്ങളുടെ പ്രമാണം ഉപനിഷത്താണ്, വേദാന്തമാണ് പ്രമാണം. സംശയമൊന്നുമില്ല. പ്രമാണം വേദാന്തം തന്നെ എന്ന് പറയാൻ പറ്റണം. സയൻസ് കൊണ്ട് ഇത് തെളിയിക്കാൻ പറ്റില്ല. വേദാന്തമാണ് പ്രമാണം എന്ന് ഒരു മടിയും കൂടാതെ പറയാനുള്ള എന്താ പറയാ, ആർജവം അവനവനിൽ ഉണ്ടാവണം. പരിപൂർണമായിട്ട് അതിനെ ആശ്രയിക്കണം, പരിപൂർണമായിട്ട് വിശ്വസിക്കണം. ഈ ജന്മത്തില് അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അത് കൂടിയേ തീരൂ. ശാസ്ത്രമാണ് പ്രമാണം, ഒരു സംശയവും വേണ്ട. ശാസ്ത്രം തന്നെ പ്രമാണം. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അങ്ങനെ അറിയാൻ പറഞ്ഞുതരാം, ശാസ്ത്രം പറഞ്ഞുതരാം. ഒരു ഉപനിഷത്ത് പഠിക്കാനിരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക, പറഞ്ഞു തരാം എന്ന് പറയാൻ സാധിക്കണം. ശാസ്ത്രപ്രമാണം വളരെ വളരെ മുഖ്യം തന്നെയാണ്. ശാസ്ത്രപ്രമാണമില്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല ആത്മീയപാതയിൽ. ശാസ്ത്രത്തിന് സറണ്ടർ ആകണം എന്നാണ് പറയുന്നത്. നമ്മൾ ശാസ്ത്രത്തിന് സറണ്ടർ ആകണം സ്വയം. ശാസ്ത്രമേ എന്നെ രക്ഷിക്കൂ, എനിക്ക് രക്ഷ ശാസ്ത്രത്തിൽ കൂടി മാത്രമേ ഉള്ളൂ, വേദത്തിൽ കൂടി മാത്രമേ ഉള്ളൂ, വേദാന്തത്തിൽ കൂടി മാത്രമേ ഉള്ളൂ, ഉപനിഷത്തിൽ കൂടി മാത്രമേ ഉള്ളൂ എനിക്ക് രക്ഷ. അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്താൻ എനിക്ക് വേറെ ഒരു പ്രമാണവും എന്നെ സഹായിക്കത്തില്ല എന്ന് സ്വയം അറിയണം. അപ്പോ എന്തുണ്ടാവും? അങ്ങനെ നമ്മൾ ഒരാൾക്ക് സറണ്ടർ ആയാൽ, നമ്മൾ ഈശ്വരന് സറണ്ടർ ആയാൽ ആരാണ് നമ്മളെ രക്ഷിക്കുന്നത്? ഈശ്വരൻ അല്ലെ? ടോട്ടൽ സറണ്ടർ ആയാൽ നമ്മളെ കാത്തുകൊള്ളുന്നത് ആരാണ്? ഈശ്വരൻ. സാധാരണ ലൗകിക ജീവിതത്തിലുണ്ടല്ലോ, ഒരാൾ വന്ന് പറയാണ് എന്നെ അങ്ങ് തന്നെ രക്ഷിക്കണം, എനിക്കിനി വേറൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മളൊന്നും പറയും, ഭയപ്പെടണം, അതെ ഞാൻ നോക്കിക്കോളാം, ഒരു കുഴപ്പമില്ല, സമാധാനമായിട്ട് പൊക്കോളൂ, ഞാൻ പറയുന്നത് അനുസരിക്കണം കേട്ടോ, ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മൾ ലൗകികമായിട്ട് പറയാറുണ്ട്. ഇത് തന്നെയാണ് ഈശ്വരന്റെ സറണ്ടറിലും. നമ്മൾ പൂർണ്ണമായിട്ട് ഈശ്വരന് സറണ്ടർ ആയാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആ ശക്തിയാണ്. സ്വന്തം അനുഭവത്തിൽ കാണാലോ, ഏതെല്ലാം സന്ദർഭത്തിൽ സറണ്ടർ ആയിട്ടുണ്ടോ ആ സന്ദർഭത്തിൽ ഈശ്വരൻ നിങ്ങളെ കൈവിട്ടിട്ടുണ്ടാവില്ല, ഉറപ്പാണ്. പക്ഷേ 99% സമയങ്ങളിലും ടോട്ടൽ സറണ്ടർ നമുക്കില്ല. ഇനി ഒരു കാര്യത്തിന് സറണ്ടർ പറഞ്ഞാൽ അടുത്ത സെക്കൻഡില് നമ്മൾ മാറും. അങ്ങനെ പാടില്ല. സറണ്ടർ വൺസ് സറണ്ടർ ആയാൽ പിന്നെ അവിടെ നിന്ന് മാറിയാൽ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ ടോട്ടൽ സറണ്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റേത് ചില കാര്യങ്ങളിൽ മാത്രമുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യം, ഇൻസ്റ്റന്റ് സറണ്ടർ എന്ന് പറയാം, അപ്പൊ മാത്രം. മറ്റേതങ്ങനെയല്ല. ശരിക്കും വേണ്ടത് ടോട്ടൽ സറണ്ടർ ആണ്. അപ്പോഴേ ഈശ്വരൻ അത് സ്വീകരിക്കുള്ളൂ. മറ്റേത് സ്വീകരിക്കില്ല. നമ്മളാണെങ്കിൽ സമ്മതിക്കോ? ഇല്ല, സമ്മതിക്കത്തില്ല. അപ്പോ ഇവിടെ ശാസ്ത്രത്തിന് സറണ്ടർ ആകണം, ഉപനിഷത്തിന് സറണ്ടർ ആകണം, വേദാന്തത്തിന് സറണ്ടർ ആകണം നമ്മൾ. അപ്പോൾ എന്തു ചെയ്യും? വേദാന്തം നമ്മളെ കാത്തു രക്ഷിക്കും, നമ്മളെ രക്ഷിക്കും. എങ്ങനെ രക്ഷിക്കും? നമ്മളെ സ്വയം ആത്മാ എന്ന് തിരിച്ചറിയാനുള്ള ബ്ലെസ്സിങ്സ് എവിടെ നിന്ന് കിട്ടും?
ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടും. ഉപനിഷത്ത് നമ്മളെ സഹായിക്കും, രക്ഷിക്കും, ബ്ലെസ്സിങ് തരും. അപ്പോ നീ ഇത് കേൾക്കുക, ശൃണു, നീ ഇത് കേൾക്കുക. സ്വാത്മാനം ശൃണു ത്വം ശൃണു ആത്മാനം. നീ ആത്മാവിനെ കേൾക്കുക, ഉപനിഷത്തിനെ കേൾക്കുക, വേദാന്തത്തെ കേൾക്കുക. എങ്ങനെ കേൾക്കണം എന്ന് അടുത്ത ഭാഗം പറയുന്നു. ശ്രുത്യ യുക്ത്യാച പുരുഷം എന്നൊരു കാര്യം കൂടെ കൊണ്ടുവരുന്നു ആചാര്യസ്വാമികൾ. വളരെ വിദഗ്ധമായിട്ടൊരു കാര്യം കൊണ്ടുവരികയാണ്. യുക്ത്യ എന്നും കൂടെ കൊണ്ടുവരും. അപ്പൊ ആദ്യം പറഞ്ഞത് ശ്രുത്യ, ഏത് വേദാന്തത്തിൽ കൂടെ നീ കേൾക്കൂ. ഇനി അത് കഴിഞ്ഞ ഉടനെ തന്നെ യുക്ത്യാച പുരുഷം, ശ്രുത്യ യുക്ത്യാച പുരുഷം, യുക്തിയിലൂടെയും ശ്രുതിയിലൂടെയും യുക്തിപൂർവമായും എന്നും കൂടെ പറയുന്നുണ്ട്. യുക്തിപൂർവമായി എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആചാര്യസ്വാമി പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു ശ്രുതിപൂർവമായിട്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ വേദാന്തത്തിൽ കൂടെയാണ്, ശ്രുതിപൂർവമായിട്ടാണ്, ശ്രുതിയിലൂടെയാണ്, വേദത്തിലൂടെയാണ്. ഇനി യുക്തിപൂർവമായിട്ടും കൂടെ പറയാണ്. എന്താ വെച്ചാൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആചാര്യസ്വാമി പറയാണ്, യുക്തിയിലും കൂടെ ഞാൻ പറഞ്ഞു തരാം ചില കാര്യങ്ങൾ. ഏത് ഈ ശരീരമല്ല എന്നുള്ളത് ഞാൻ യുക്തിപരമായിട്ടും കൂടെ പറഞ്ഞു തരാം എന്ന് പറയുന്നു. അതെന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. വളരെ അതിഗംഭീരമായ ഈ അപരോക്ഷ അനുഭൂതി പൂർണ്ണമാക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതോടുകൂടി നമ്മൾ ഒരു ഹയർ ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കട്ടെ. ഈ ബന്ധനങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ വിടിയിപ്പിച്ച് ഇവിടെ വ്യവഹാരത്തിൽ മാത്രം മുന്നോട്ട് പോകാൻ നമുക്ക് കരുത്ത് ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എന്ന് നിർത്തുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിരാം സർ, സായിരാം സർ, സായിരാം സർ, സായിരാം സർ. ഹലോ, എന്റെ സമയം മാറ്റിയായിരുന്നു. ഹലോ ഹലോ ഈ ക്ലാസ്സിന്റെ സമയം മാറ്റിയായിരുന്നോ? കുറച്ച് നാളത്തേക്ക് ഇനിയും 7:30 അത് ഏത് ഗ്രൂപ്പിൽ വന്ന് ഞാൻ അറിഞ്ഞില്ല സമയം മാറ്റിയത്. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസോ? ആ. ഓ ശരി. അത് ഇപ്പൊ 41 മണ്ഡലകാലം ഓ ഇവിടെ അതെ സാറ് പറയും. പറഞ്ഞോളൂ. എന്തേ? അല്ല സാറേ, സമയം മാറ്റിയത് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ 8 മണിക്ക് ചേർന്നത്. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടാൻ വിട്ടുപോയി. മറ്റേ ഗ്രൂപ്പിലേക്ക് ഇട്ടിരുന്നു. ഇനിയിപ്പോ മണ്ഡലം കഴിയുന്നിടം വരെ 7:30. ഓ ശരി സാർ. അതിന്റെ റെക്കോർഡിംഗ് ഒന്ന് ഇട്ടയച്ചു തരാമോ സാർ? അത് കേൾക്കാം. റെക്കോർഡിംഗ് ഇടാം. ഓ, കഴിഞ്ഞ ഇതിന്റെ മുന്നേ ആഴ്ച ക്ലാസ് എടുത്തില്ലായിരുന്നോ സാറ്?